ഏതാണ്ട് 10ഓളം സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ നമ്മൾ ആക്രമണം നടത്തിയത്. നമ്മുടെ സൈന്യം പറയുന്നതാണ്. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് 10ഒന്നുമല്ല, പിന്നൊരു 7 സ്ഥലത്തോട് ആക്രമിച്ചെന്ന് പറയുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയ പ്രഹരത്തിൻ്റെ പൂർണ്ണ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഘട്ടം ഘട്ടമായി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ കേൾക്കുന്നു പാകിസ്ഥാൻ അവരുടെ രഹസ്യ ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്ന 2 ഭൂഗർഭ നിലവറകൾ, നേരത്തെ കിരാന ഹിൽസിൻ്റെ കാര്യം വന്നിരുന്നു. സർഗോദ ആർമി ക്യാമ്പിനടുത്തുള്ള കിരാന ഹിൽസിൽ നടന്ന ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതല്ലാതെ വേറെയും ഭൂഗർഭ നിലയങ്ങൾ തകർക്കപ്പെട്ടോ? 2 ഭൂഗർഭ കേന്ദ്രങ്ങൾ. നിലവറ എന്ന് പറഞ്ഞാൽ പോരായത്, വലിയ അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്. അതെ, ആ കേന്ദ്രങ്ങൾ 2 തകർത്തതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത് വളരെ രാജ്യാന്തര തലത്തിലൊക്കെ പ്രശസ്തമായ മറ്റേ പ്രതിരോധ ജേർണലുകളിലൊക്കെയാണ് വരുന്നത്. HDBT കേന്ദ്രങ്ങൾ, അതായത് ഹാർഡൻഡ് ആൻഡ് ഡീപ്ലി ബെറീഡ് ടാർഗറ്റ്സ് ആണ് 2. അത് അവരുടെ ക്രിട്ടിക്കൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റേഴ്സ് ആയിരുന്നു. ഭൂഗർഭ കേന്ദ്രങ്ങൾ കമാൻഡ് സെൻറ്റേഴ്സായിട്ട് പ്രവർത്തിച്ചിരുന്ന 2 കേന്ദ്രങ്ങൾ സാധാരണഗതിയിൽ മൊസാദൊക്കെ ചെയ്യുന്ന പോലെ രോമാഞ്ചം വരുന്ന വിധത്തിലാണിത് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഹയാക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് 45 സെൻറ്റിമീറ്റർ മാത്രം വ്യാസമുള്ള ഒരു ഭൂഗർഭ കേന്ദ്രത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഷാഫ്റ്റ് തകർത്തിട്ടുണ്ട്. ആ ഷാഫ്റ്റ് മാത്രം തകർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് പിന്നെ വായുസഞ്ചാരം ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് ആളൊക്കെ ഉണ്ടെങ്കിൽ തീർന്നു, ചത്തുപോയി. അതിൻ്റെ അകത്തുള്ള ആളുകൾ മുഴുവൻ മരിച്ചുപോയി. പിന്നെ ആക്രമണവും കൂടി നടത്തിയപ്പോൾ പൊടിയായി പോയി എന്നാണ് കാണുന്നത്. 45 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വെന്റിലേഷൻ ഷാഫ്റ്റ്. സത്യത്തിൽ ഇതാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അതായത് എൻട്രൻസും എക്സിറ്റും ഉപഗ്രഹ ചിത്രങ്ങളിൽ തകർത്തതായിട്ട് കണ്ടിട്ട് ആണവ കേന്ദ്രമാണെന്നൊരു സായിപ്പ് തെറ്റിദ്ധരിച്ചത് ഈ ആക്രമണമാണോ എന്ന് സംശയമുണ്ട് ഇത് വായിക്കുമ്പോൾ. അപ്പോൾ ഇത് ഒരെണ്ണം ചക്ലാല, അത് ഇസ്ലാമാബാദിൻ്റെ അടുത്ത് നൂർഖാൻ എന്ന് പറയുന്ന ബേസിനോട് അടുത്തുള്ള ഭൂഗർഭ കേന്ദ്രം. 2ാമത്തത് മൂറിദാണല്ലോ ലഷ്കർ എ തൈബയുടെ കേന്ദ്രമായിരുന്നത്. അത് മറ്റേ പട്ടാള കേന്ദ്രത്തിൻ്റെ അടുത്തായിരുന്നല്ലോ അവരുടെ സംഭവങ്ങളും അല്ലേ. അപ്പോൾ ഒന്ന് മൂറിദിലും മറ്റേത് ചക്ലാലയിലുമാണ്. 2 ഭൂഗർഭ കമാൻഡ് സെൻറ്റേഴ്സ് നമ്മൾ തകർത്തിട്ടുണ്ട്. അല്ല, അങ്ങനെ കൃത്യം ഒരു അതീവ രഹസ്യമായി ഭൂമിക്കടിയിൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ സൈനിക നീക്കങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഹയർ ഓഫീസർമാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അതൊക്കെ ഭൂമിക്കടിയിൽ കൃത്യമായിട്ട് എവിടെയുണ്ടെന്ന് വിവരം നമുക്കുണ്ടായിരുന്നു. അത് ആണ് പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഭയങ്കരമായിരുന്നു എന്ന് പറയുന്നത്. കമാൻഡ്, കൺട്രോൾ, ഇൻ്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെയൊക്കെ കേന്ദ്രങ്ങളായിരുന്നു. ഇസ്രയേലിലൊക്കെ പണിത് വെക്കുന്നു എന്നൊക പറയുന്നത് പോലെ, ഖാൻ യൂണിസിലൊക്കെ ആശുപത്രികളുടെ അടിയിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പോലെ 22 അവർക്ക് 22 HDBTകളുണ്ട് ഭൂഗർഭ കേന്ദ്രങ്ങൾ. 22 എണ്ണം. അതിൽ 2 എണ്ണമാണ് തകർത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള 2 എണ്ണം തെരഞ്ഞു പിടിച്ച് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. വ്യോമതാവളങ്ങൾക്ക് ചുറ്റുമായിട്ടാണ് ഈ 22 എണ്ണവും. ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഉൾപ്പെടെ ഉണ്ട്. ഇത് സാധാരണ ആക്രമണങ്ങൾ കൊണ്ട് ഇത് തകരില്ല. നമ്മുടെ ബോംബ് വേണം, അല്ലെങ്കിൽ ആണവ ബോംബുകളൊക്കെ വേണം. ഇസ്രായേൽ കൊണ്ട് മറ്റേ ലെബനോണിലൊക്കെ ഇട്ടത് നസറുള്ളനെ തട്ടിയ അതുപോലെ ബസ്റ്റർ ബോംബുകൾ, അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവ സാധാരണ കൺവെൻഷണൽ ആക്രമണങ്ങൾ ചെറുക്കുന്ന ഭൂഗർഭ കേന്ദ്രങ്ങളാണ്. അപ്പം നമ്മുടേത് സൂക്ഷ്മമായ ആസൂത്രണം, മെറ്റിക്കുലസ് പ്ലാനിങ്, ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. ഈ മണ്ണ് പരിശോധന വരെ, മണ്ണ് ഏത് തരത്തിലാണ് അതനുസരിച്ചിട്ടൊക്കെ വേണമല്ലോ ആയുധം. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ലെയേഴ്സ്, ഈ ഭൂമിയുടെ തലങ്ങൾ, അത് ആഴം, ഡെപ്ത്,
ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് പണിയാൻ, ഡിസൈൻ, രൂപകൽപ്പന, ഇത്രയും വിവരങ്ങളില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. സുനിൽ പറഞ്ഞ പോലെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയതിന് സംശയം വരുന്നൊരു ഭാഗം ഇനി വരുന്നുണ്ട്. ഇത് നമുക്ക് തകർക്കണം എന്നുണ്ടെങ്കിൽ ലോ ഈൽഡ് ന്യൂക്ലിയർ തെർമോ വെപ്പൺസ് അങ്ങനെ വേണം. അതല്ലെങ്കിൽ പെനട്രേറ്റിംഗ് ബോംബുകൾ വേണം, അല്ലെങ്കിൽ ഡയറക്റ്റഡ് എനർജി സിസ്റ്റംസ് വേണം. ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ ആണവ ആയുധങ്ങൾ ആദ്യമേ പ്രയോഗിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പെനട്രേറ്റിംഗ് ബോംബ്സ് ആണ് എന്നാണ് റിപ്പോർട്ടുകളിൽ വരുന്നത്. പിന്നെ ഗാമട്ട് എന്ന് പറയുന്നുണ്ട്, GAMUT, ജിയോളജിക് അസസ്മെൻറ്റ് മെത്തഡോളജി ഫോർ അണ്ടർഗ്രൗണ്ട് ടാർഗറ്റ്സ് എന്ന് പറഞ്ഞ ഗാമട്ട് എന്ന് പറഞ്ഞ ടെക്നോളജി നമ്മളിതിൽ പ്രയോഗിച്ച് ഇത് മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ചക്ലാല 1990കളിൽ പണിതാണ്. അതൊരു ന്യൂക്ലിയർ കേന്ദ്രമാണ്. ചക്ലാലയെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ 750 ചതുരശ്ര മീറ്റർ ആണ് ഈ ഭൂഗർഭ കേന്ദ്രം. അത് ചക്ലാലയിൽ ഒരു റിയാക്ടർ ഉണ്ടോ, അതോ റിയാക്ടർ പണിയാൻ പദ്ധതിയോ? അങ്ങനെ ചക്ലാലയിൽ റിയാക്ടർ ഉണ്ട്. GE ഏവിയേഷൻ അമേരിക്കയിലെ അവരാണ് ഈ ഭൂഗർഭ കേന്ദ്രം പണിത് കൊടുത്തിരിക്കുന്നത്. കാരണം അവരുടെ കയ്യിലാണ് അതിൻ്റെ ടെക്നോളജിയൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ പണിയാനുള്ള നൈപുണ്യമുണ്ട് GE ഏവിയേഷന്. കിരാന ഹിൽസിലെ ആണവ പരീക്ഷണം നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റും ഈ കൺസ്ട്രക്ഷൻ സാങ്കേതിക വിദ്യയും പങ്കുവയ്ക്കാം എന്ന് GE ഏവിയേഷൻ പാകിസ്ഥാനോട് പറഞ്ഞിരുന്നു എന്ന്. കിരാനയിൽ നിങ്ങൾ ഇനി ആണവ പദ്ധതി അത് നിർത്തണം, ഞങ്ങളിത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ പറയുകയും ഈ ബ്ലൂ പ്രിൻ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ പ്രിൻ്റ് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി നമുക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നുകിൽ പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയിരിക്കണം, GE ഏവിയേഷൻ്റെ അവിടെ നിന്ന് എളുപ്പം പാകിസ്ഥാനിൽ നിന്ന് കിട്ടാനാണ് എളുപ്പം. കുറച്ച് ചില്ലറ കൊടുത്താൽ പോരെ. അതെ. അപ്പോൾ പാകിസ്ഥാൻ്റെ അടിയാധാരം എടുത്തു തരും. 1987 കുൽദീപ് നയ്യാർ, നമ്മുടെ പത്രപ്രവർത്തകൻ, അദ്ദേഹമായിട്ടുള്ള അഭിമുഖത്തിൽ AQ ഖാൻ ഈ പദ്ധതികളെ പറ്റിയൊക്കെ അന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ചക്ലാല ഭൂഗർഭ കേന്ദ്രത്തിൻ്റെ ഈ ആക്രമണം അപാരമായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആ ഹയാക്ക് ഷാഫ്റ്റ് ടാർഗറ്റ് ചെയ്തല്ലോ, 45 സെൻറ്റിമീറ്റർ മാത്രം വ്യാസമുള്ളത്, അതുമാത്രം ഒരു സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച് തകർത്ത് കളയുക എന്ന് പറഞ്ഞുമാര് നമ്മൾ ചെയ്തു. വെന്റിലേഷൻ, ഹീറ്റിങ്, എയർ കണ്ടീഷനിങ്, ഇത്രയും പോകുന്ന ഷാഫ്റ്റാണത്. അത് മുഴുവൻ നിയന്ത്രിക്കാനുള്ള ഷാഫ്റ്റ്, അതാണ് നമ്മൾ തകർത്ത് കളഞ്ഞത്. അതിൻ്റെ അകത്തുള്ള സകലരും കൊല്ലപ്പെട്ടിട്ട് ചെതറിപ്പോയി, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അങ്ങനെ കാരണം അവിടുത്തെ അവശിഷ്ടം പാകിസ്ഥാൻ നീക്കിയില്ല, ബാക്കി നീക്കാൻ പറ്റില്ല, അവിടെ നീക്കിയില്ല. ബാക്കി സ്ഥലത്തൊക്കെ നീക്കിയിരുന്നല്ലോ. അപ്പോൾ കാരണം ജഡം എടുക്കാനുണ്ടായിരുന്നില്ല, ജഡം തിരിച്ചറിയാൻ പറ്റാതെ ചെതറിപ്പോയിരുന്നു. അപ്പോൾ ജഡം എടുക്കണമെന്നുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുള്ളൂ, മയ്യത്ത് നമസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇത് കിട്ടിയില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ 45 സെൻറ്റിമീറ്റർ ഷാഫ്റ്റ് മാത്രമായിട്ട് വളരെ പ്രിസിഷൻ, കൃത്യതയോടുകൂടി ചെയ്തിരിക്കുന്നത് അൺപ്രീസിഡൻറ്റഡ്. ഇതുവരെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ, യുദ്ധചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല. കാരണം ഈ 45 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത്രയും ചെറിയ ഒരു സാധനമാണ് ഭൂമിയിലേക്ക് തുറന്നിരിക്കുന്നത്, ബാക്കിയൊന്നും അറിയത്തില്ല. ആ കൃത്യമായ ആ പോയിന്റ് കണ്ടെത്തി അവിടെ തന്നെ പ്രഹരിച്ചു. അതെ, ശരിക്കും ആ 45 സെൻറ്റിമീറ്റർ ഷാഫ്റ്റ് മാത്രം തകർന്നും പോകണമല്ലോ, വേറെ ഒന്നിനും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി. അത് തകർക്കുന്നതോടുകൂടി പിന്നെ അകത്തുള്ളവർ ചാകുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. പിന്നെ നമ്മൾ കേന്ദ്രം ബോംബ് ചെയ്തിട്ടുണ്ടാകണം മൊത്തത്തിൽ. ആദ്യം ഇത് പൂട്ടിയിട്ട് മറ്റേ ജീവന് വേണ്ട കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ലൈഫ് സപ്പോർട്ടിങ് മെക്കാനിസം മുഴുവൻ തീർത്തു. അതിനുശേഷം അത് മതി, അത് അത്രയും ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പണി തീർന്നു. ഏതായാലും യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഈ പലരും പറയും, നമ്മുടെ ഒരു സൈനിക ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ സൈന്യം ഒരിക്കലും
പൂർണ്ണ തോതിൽ അത് എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, ആര് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാറില്ല. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അന്നത്തെ സൈനിക ഓപ്പറേഷനിലൊക്കെ പങ്കെടുത്ത ഏതെങ്കിലും മുതിർന്ന ഓഫീസർമാർ ആത്മകഥ പുസ്തകമൊക്കെ എഴുതുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അതുപോലെ ഓപ്പറേഷൻ 1971 നമ്മുടെ 45 വിമാനമാണ് 13 ദിവസം കൊണ്ട് തകർന്നതെന്ന് നമ്മളറിയുന്നത് പിന്നെ ശുക്ല എന്ന് പറഞ്ഞൊരാൾ പുസ്തകം എഴുതുമ്പോഴാണ് അതെ കണക്കറിയുന്നത്. ഇതിലിപ്പോൾ അനിൽ ചൗഹാൻ പട്ടാള മേധാവി ഞങ്ങള് അവരുടെ ശരിക്കും എത്രയാണ് തകർന്നതെന്നൊക്കെ പറയാം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ആരെന്തൊക്കെ പറഞ്ഞാലും CDS പറഞ്ഞാലും മുഴുവനൊന്നും പറയില്ല. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത ഏതെങ്കിലും ഹയർ ഓഫീസർ ഭാവിയിലൊരു പുസ്തകം എഴുതുന്നവരെ റിട്ടയർ ചെയ്ത ശേഷം നമ്മുടെ ഭാരതിയോ മറ്റോ അല്ലേ ഓപ്പറേഷൻസ് ഡയറക്ടർ AK ഭാരതി വ്യോമസേനയുടെ അവരാരെങ്കിലും ഒരു പുസ്തകം എഴുതുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഏതായാലും ഇന്ത്യ നടത്തിയ കടന്നാക്രമണവും തിരിച്ചടിയും യുദ്ധ ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണ്. പക്ഷേ അതിൻ്റെ മുഴുവൻ കഥകളും കേട്ട് ആവേശം കൊള്ളാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്കില്ല. കാരണം ഇപ്പോൾ അത് വെളിപ്പെടുത്താറായിട്ടില്ല. ഏതായാലും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്ന് വള്ളത്തോൾ പാടിയതുപോലെ നമ്മൾ ഒരു ലിമിറ്റഡ് വാറിൽ പാകിസ്ഥാൻ അടുത്ത ഒരു 15 വർഷത്തേക്ക് നിവർന്നു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാരകമായ പ്രഹരമാണ് പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളത്. അവർ എന്താണ് കണ്ണിൽ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച സ്ഥലങ്ങളിലാണ് നമ്മൾ കയറി പണിതിരിക്കുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.